നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനലിൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം സെൻഡ് ചെയ്യണം. വാട്സപ്പിലാണ് അയക്കേണ്ടുന്നത്. പെട്ടെന്നൊരു കാര്യം പറയണോ, എനിക്കറിയണമെന്ന് പറഞ്ഞാൽ തിരക്കായതുകൊണ്ട് പറയാൻ പറ്റൂല. നിങ്ങളുടെ ജാതകം നോക്കി അതിൻ്റെ ആ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി നിങ്ങൾക്ക് ജോലി കിട്ടൂ, വിവാഹം നടക്കൂ, എപ്പോഴും കാര്യം നേടിക്കിട്ടൂ എന്നൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് തന്നെ ഇടണം. വിളിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, മെസ്സേജ് ചെയ്യണ്ട. അത് ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 1200 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത്. 3 മാസമായി നേരത്തെ ഇടേണ്ടുന്ന വീഡിയോ ആണ്. സമയക്കുറവ് കൊണ്ട് പറ്റാതെ പോയി. പലവരും വിളിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെങ്കിലും ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ക്ഷമിക്കണം. ചതയം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചതയം ആത്മീയവും ദൈവികവും ഭക്തിയും കഠിനാധ്വാനിയും ഒക്കെയാണ്. ദേഷ്യം വന്നാൽ ഭയങ്കര വാശിയും അക്രമവും ഒക്കെ കാണിച്ചാൽ ആത്മീക ദൈവികമൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ദോഷങ്ങൾ വലിയ വലിയ ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവികം കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ നാളിൻ്റെ ഒരു പ്രത്യേകത. 7 ശനി എന്ന് പറഞ്ഞൊരു ദോഷം ചതയ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ടുണ്ട്. 4.5 കൊല്ലം കൊണ്ടുണ്ട്. ഇനി 3 കൊല്ലവും കൂടെ ഉണ്ട് 7 ശനി തീരുന്നത്. ഇപ്പോൾ 7 ശനി എന്ന് പറയുന്നത് ചെറിയ ദോഷമല്ല, വലിയ ഒരു ദോഷമാണ്. നാനാരോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. മുട്ടുവേദന, നടുവേദന, വെരിക്കോസ്, ഇങ്ങനെയുള്ള പല പല അസുഖങ്ങൾ വന്ന് വിരൽ മുറിക്കണം, കാല് മുറിക്കണമെന്നും സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ രോഗിയെപ്പോലെ ആയിത്തീരുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് 2025 മാർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ദോഷങ്ങളും വലിയ അസുഖങ്ങളും മാറിക്കിട്ടും. സുഖത്തിനും ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സമാണ്. വിവാഹം നടക്കാൻ തടസ്സം. നടന്ന ബന്ധങ്ങളാ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അടിച്ചു പിരിഞ്ഞ് പോകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക. ദീർഘസുമംഗലി പൂജ, ഐശ്വര്യ പൂജ, ദീർഘമാംഗല്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വിന മാറും, ദോഷം മാറും. സ്ഥാനമാനം, നമുക്ക് നല്ല ജോലി കിട്ടണില്ല, പ്രൊമോഷൻ കിട്ടണില്ല, പഠിച്ചിട്ട് ചെറിയ മാർക്കേ കിട്ടണുള്ളൂ, വലിയ മാർക്ക് കിട്ടണില്ല എന്നൊന്നും പരാതിപ്പെടില്ല. പഠിക്കണ ഒരു സരസ്വതി പൂജ, നവഗ്രഹ പൂജയൊക്കെ ചെയ്യണം. ജോലിയിലിരിക്കുന്നവർക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും കിട്ടാൻ വേണ്ടി ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജയൊക്കെ ചെയ്യണം. ശനീശ്വര പൂജ ചെയ്യണം. ഹനുമാൻ സ്വാമിയും കാലഭൈരവ സ്വാമിയും ഭജിക്കണം. അങ്ങനെ നമുക്ക് സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒരുപാട് ശത്രുതയുണ്ട്. സ്വന്തം അമ്മ വരെ ശത്രുവാകുന്ന സമയമാണ് 7 ശനി. രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറിയ സമയമാണ് 7 ശനി. രാമലക്ഷ്മണന്മാർ എങ്ങനെയാണ് വനത്തിൽ കയറിയത്? അച്ഛൻ സ്വത്തും വകയും അധികാരവും കൊണ്ട് രാജാവാക്കി. സഹോദരൻ കൂടെ വനത്തിൽ പോയി. അതുകൊണ്ട് അച്ഛൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സഹായം. അമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, അമ്മാവി, അമ്മ വർഗത്തിൽപ്പെടുന്ന ആൾക്കാർ, വേലക്കാരി ഉൾപ്പെടെ മന്ദര വരെ പാര പണിഞ്ഞതുകൊണ്ട് നിങ്ങളെ ഓഫീസിലെ, വീട്ടിലെ, നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീകളുമായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ ചെറിയ സ്നേഹം അവർ കാണിച്ചാൽ നമ്മൾ അവരാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി ചാടി മാറി അവിടെ ചെന്ന് ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷവും പീഡന കേസിൽ പ്രതിയൊക്കെ ആയി പോകുന്ന സമയമൊക്കെയാണ്. പ്രംശഞ്ച വീട് സ്ഥലമൊക്കെ വിറ്റുമാറി പോകണമെന്ന് തോന്നും. ക്ഷയിച്ച് നശിച്ചു പോകുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളെ കൃഷി, നാൽക്കാലി, വ്യാപാരം, ഉദ്യോഗം, അധികാരം എല്ലാ ജോലികളും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആത്മഹത്യ വരെ ചെയ്തു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. എല്ലാ കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമില്ല, വിഷമം കൂടി ഇങ്ങനെ വരികയാണ് എന്ന് തോന്നി മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നില്ല തോന്നും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കണം. 2-ലാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് 2-ൽ രാഹു നിൽക്കുമ്പോൾ പാവേ വിത്തഗതേ സ്വപൂർവനിധിത ദ്രവ്യക്ഷയോ ഭക്തരു കർത്തവ്യാമയ ദക്ഷിണാംബകരുജോ ദുഷ്ടോക്തി പാത്രക്ഷരീനാണ്. പാവേ വിത്തഗതേ, പാവഗ്രഹങ്ങൾ വിത്തം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ
നമ്മളെ പൂർവിക സ്വത്തുവകകൾ വരെ വിൽക്കണമെന്ന് തോന്നും. നമ്മൾ ഉണ്ടാക്കിയത് മാത്രമല്ല, അപ്പൂപ്പന്മാരുണ്ടാക്കി തന്നെ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ വസ്തുവകകൾ വരെ വിറ്റ് മാറണമെന്ന് തോന്നും. അത് കടം തീർക്കുന്നതിന് വേണ്ടി വിൽക്കണേ കുഴപ്പമില്ല. പിള്ളേരുടെ കാര്യത്തിനും വിദ്യയ്ക്കും കാര്യത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആർക്കെങ്കിലും സഹായിക്കാൻ വേണ്ടി വിറ്റ് കയ്യിരിക്കണ പൈസ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകാനും, ചില പ്രൈവറ്റ് ബാങ്കുകാർക്ക് കൊടുത്ത് അവർ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാനും, ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇതിലൊക്കെ ചതി, വഞ്ചന, കഷ്ടനഷ്ടങ്ങൾ വരാതിരിക്കാനും, ലോട്ടറി എടുത്ത് നശിക്കാതിരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ 7 ശനി എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ച ഒരവസ്ഥ. പിന്നെ ജാതകം നോക്കണം. അത് ബുധദശ, ശുക്രദശ, വേഴദശയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ഈ ദോഷങ്ങളുണ്ടെങ്കിൽ, തടസ്സങ്ങളും ശത്രുക്കളും ഉണ്ടെങ്കിലും തടസ്സവും മാറി ആ കാര്യവും നടന്ന് പതുക്കെ പതുക്കെയാണെങ്കിലും ലക്ഷ്യങ്ങൾ നേടി ജയിക്കാനൊക്കെ നമുക്ക് പറ്റും. അതിന് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയോമം, ഐശ്വര്യ പൂജ, കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ശത്രു മൃത്യു ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിച്ച് പോകണം. കുംഭ രാശി ചതയം നക്ഷത്രത്തിന് വേഴഗ്രഹം 4ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അടുത്ത ജൂൺ മാസം മുതൽ 5ലേക്ക് സഞ്ചരിക്കും. അപ്പോൾ 4ലും 5ലും സഞ്ചരിക്കുന്ന സമയം വളരെ നല്ലതാണ്. 4 ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം നിത്യേഷ്യാമി ഇലാഹോഹവേൽ. വേഴൻ 4ൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയവും ജാതകത്തിൽ വേഴൻ 4 നിൽക്കുന്ന ദശാകാലവും വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, ക്ഷേത്രം, ഗോക്കൾ പശുവിനെ വാങ്ങിക്കാനെന്നാണ് വിധി പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പശുവിനെ ആറ്റിനൊന്നും ആർക്കും വേണ്ടെങ്കിലും നമ്മുടെ ഡയറി ഫാം, പൗൾട്രി ഫാമൊക്കെ തുടങ്ങണവർക്ക് അതിലൊക്കെ മെച്ചം കിട്ടാനും, അതേപോലെ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനും, വീട് വയ്ക്കാനും, വസ്തു വാങ്ങിക്കാനും, വണ്ടി വാങ്ങിക്കാനും, ബന്ധുവർഗങ്ങളെല്ലാം അമ്മാമാർ ബന്ധുവർഗങ്ങളൊക്കെ സ്നേഹിച്ച് വരാനും, സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സമൃദ്ധിയും, അവർക്ക് വിദ്യയും വിവാഹവും ഉദ്യോഗവും നേട്ടങ്ങളും ഒക്കെ കിട്ടും. 5ലാണ് പിന്നെ ജൂൺ മാസം കഴിഞ്ഞ് 5ലേക്ക് വരും വേഴൻ. 5 വേഴം വരുന്നതും വളരെ നല്ലതാണ്. നമുക്ക് മാത്രമല്ല, സന്താന സ്ഥാനമാണ് 5. അപ്പോൾ ഉത്തരസ്ഥലാവോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയശ മനസന്തുഷ്ട പുണ്യോദയ. സന്താനാഭം, ആരോഗ്യം, ബുദ്ധി, മനസ്സിന് സന്തോഷം, പുണ്യം ഇതൊക്കെ കിട്ടുമെന്നാണ്. അങ്ങനെ നല്ല നേട്ടങ്ങളും പുണ്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടാനും നല്ലത് വരാനും ഒക്കെ ഉള്ള സാധ്യതയും യോഗവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ദൈവികവും ഭാഗ്യമൊക്കെ ഉള്ള നാളാണെങ്കിലും ഈ സമയത്ത് ദൈവങ്ങളെയും ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും സമയം കിട്ടുന്നില്ലെന്ന് പറയും, അതെൻ്റെ ആശുപത്രിയിൽ പോകണമെന്ന് പറയും, 3 ബന്ധുവഴി മരണം സംഭവിച്ചെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള കുരുക്കുകളുണ്ട്. നമ്മുടെ അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അമ്പലത്തിൽ പോയി നമുക്കിപ്പോൾ അസൗകര്യം ഉണ്ടെങ്കിലും ജപവും തപവും ഒക്കെ വീട്ടിലിരുന്നെങ്കിലും ജപിച്ച് നമുക്ക് ഒരു കർമ്മിയെ കൊണ്ട് ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജയും ശത്രുകുമാര പൂജയും മാംഗല്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ ഈ തടസ്സങ്ങളും ദോഷങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് മാറി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഒന്നും പേടിക്കരുത്. ദോഷ സമയമാണെങ്കിൽ കുനുമേൽ കുരു എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയും വരും, പുതുതായിട്ട് പുതിയ വിഷമങ്ങൾ വന്ന് മണ്ടേ വീഴുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭക്തി പുരസ്സരം ദൈവങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകണം. ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ശാസ്താവിനെ ഭജിക്കണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, കാലഭൈരവൻ്റെ 64 ഭാവങ്ങൾ കലകളോട് കൂടിയുള്ള പ്രതിഷ്ഠയും 1008 സാന്നിധ്യത്തോടു കൂടിയുള്ള ചൈതന്യവും അടങ്ങിയിരിക്കുന്ന പ്രതിഷ്ഠയും സത്വവും രജവും തമവും ഗുണപ്രധാനമായിരിക്കുന്ന സങ്കല്പം, കൗളവം, താന്ത്രികം, മാന്ത്രികം മുതലായ ആചാരാനുഷ്ഠിതമായിട്ടുള്ള പ്രതിഷ്ഠാവിധിയുമാണത്. ഭാരതത്തിൽ ഇതേപോലുള്ളതായ ഒരു പ്രതിഷ്ഠ കാണൂല. കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് മാന്ത്രികന്മാരും താന്ത്രികന്മാരും ഒക്കെ പൂജാരിമാരും ഒക്കെയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ തന്നെ നമുക്ക് വേണം. ലോക ജനതയ്ക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കർത്തവാവ് തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്രനട തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 4 മണിക്ക് യമരാജ ഹോമം.
5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം. പാല്, തൈര്, വെണ്ണ, നെയ്യ്, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, വാഗം, പനിനീര്, കരിക് മുതലായ ദിവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, അർച്ചന, അതേപോലെ പുഷ്പാഭിഷേകം, ആരതിയോടുകൂടി ആ പൂജകൾ അന്നത്തേത് അവസാനിക്കും. അപ്പം ഇങ്ങനെയാണ് പൂജ. ഈ ക്ഷേത്രത്തിൽ വരാനും തൊഴുവാനും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ദോഷങ്ങൾ മാറും എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.